TCVയുടെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. എല്ലാവരും ഓണം ആഘോഷിക്കുന്ന തിരക്കിലാണ്. TCVയോടൊപ്പം ഈ ഓണാഘോഷത്തിൽ ഓണവിശേഷങ്ങളുമായി എത്തിയിട്ടുള്ളത് ഒരു കലാകാരിയാണ്. പ്രേക്ഷകർക്ക് സുപരിചിതയായിട്ടുള്ള ഒരു മുഖമാണ്. അതിലേറെ സ്നേഹമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർക്കാരിയാണ്. അപ്പോൾ തൃശ്ശൂരിന്റെ സ്വന്തം കലാകാരി കൂടിയാണ്. സി കേരളയിലെ ദുർഗ എന്ന സീരിയലിൽ അക്ഷര എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന ജാനകി. ജാനകി, ഹാപ്പി ഓണം. ഹാപ്പി ഓണം രമ്യ. എന്താണ് ഓണവിശേഷങ്ങൾ? എനിക്ക് തോന്നുന്നു ജാനകി ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ഒരു ഓണാഘോഷമാണ് ജാനകിയെ സംബന്ധിച്ചിടത്തോളം. ലൈഫിലെ ഇത്രയും ഹാപ്പി ആയിട്ടുള്ള ആദ്യത്തെ ഓണം എന്റെ. എങ്ങനെയാണ് ഈ ഒരു ഓണം എന്ന് പറഞ്ഞാൽ? ഈ ഓണം ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഓണമാണ്. ആക്ച്വലി എന്റെ ലൈഫിൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സമയത്തിലൂടെയാണ് ഞാൻ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് ഇങ്ങനെ ഒരു ടൈം ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു ഓണം എനിക്ക് ആഘോഷിക്കാൻ പറ്റുമെന്നും ഒരുപാട് ആളുകൾ തിരിച്ചറിയുന്നതും അതുപോലെ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ഓണം. സാധാരണ എല്ലാ ഓണത്തിനും നമ്മൾ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു 2-3 ഡേയ്സ് ലീവ് ഉണ്ടായിരിക്കും. ഇല്ല, ഇപ്പൊ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ആ സമയത്ത് വെറുതെ ഇരിക്കും വീട്ടില്, ഫുഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഫുഡിന് വേണ്ട കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക, വീട് ക്ലീൻ ചെയ്യുക. വീട്ടോണായിരുന്നു. ഇപ്പൊ എന്ന് പറയുന്നത് ഭയങ്കര തിരക്കുള്ള ഒരു ഓണം, ഒരു സെലിബ്രിറ്റി ഓണം. അത് ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. ശരിക്കും ആസ്വദിക്കുന്നു. ഞാൻ വരുമ്പോഴേ അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഇങ്ങനെ വളരെ സന്തോഷവതിയായിട്ട് ഇരിക്കുന്ന ഒരു ജാനകിയാണ് കണ്ടത്. അപ്പോ സി കേരളയിലെ ദുർഗ എന്ന സീരിയലിലെ ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ് അല്ലെ? അതിൽ ഏറ്റവും അതിശയം ആദ്യമായിട്ടാണ് ഒരു സീരിയല് അഭിനയിക്കുന്നത്, അതും ഒരു പോലീസ് വേഷം. ആദ്യത്തെ സീരിയലാണ് ഒരു പോലീസ് വേഷം. ഞാൻ ഒരുപാട് ആരാധിച്ചിട്ടുള്ള ഒരു ആളാണ് വാണി വിശ്വനാഥ് മാം. അപ്പൊ പണ്ട് ഞാൻ അങ്ങനെ വിചാരിക്കുമ്പോൾ പുള്ളിക്കാരി എങ്ങനെയാണ് ഇതുപോലെ ആക്ഷൻ സീൻസും ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ ഇപ്പോൾ എൻ്റെ ഒരു മാസ്റ്റർ, നമുക്ക് ഫൈറ്റിന് മാസ്റ്റേഴ്സ് ഉണ്ട് ഈ പറഞ്ഞ സീരിയലില്. അപ്പോൾ ഒരു മാസ്റ്റർ എൻ്റെ അടുത്ത് പറയാണ്, മാം യു ലുക്ക് ലൈക്ക് വാണി വിശ്വനാഥ് ഇൻ മലയാളം സിനിമ എന്ന് പറഞ്ഞു. വലിയൊരു അച്ചീവ്മെന്റ് ആയി തോന്നിയിട്ടുണ്ടാവില്ല? എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാന് അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇതിനു മുമ്പോ ഞാൻ ആക്ഷൻസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാൻ ആ സീരിയലിന് വേണ്ടി ആ ഒരു കുഞ്ഞു കുഞ്ഞു ആക്ഷൻ സീൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ ഓരോരുത്തർ അതുപോലെ ഉണ്ട് എന്നുള്ള ഒരു എന്താ പറയാ കമ്പാരിസണും അല്ല, ശരിക്കും അതുപോലെ ഇരിക്കുന്നു. അതുപോലെയാണ് നിങ്ങൾ ഒന്നും കൂടി മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ആ ഒരു റേഞ്ചിലൊക്കെ വരാമെന്ന് പറയുന്ന കേൾക്കുമ്പോഴേ ഭയങ്കര സന്തോഷം. അപ്പൊ ഒരു റേഞ്ചൊക്കെ നമുക്ക് ഇനി പ്രതീക്ഷിക്കാം അല്ലേ? ചിലപ്പോ ജാനകി ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ സീരിയലിൽ എന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കൂടുതൽ എനിക്ക് അറിഞ്ഞ് പണി തന്നാന്ന് തോന്നുന്നു. അപ്പൊ എങ്ങനെ അത് എൻജോയ് ചെയ്യുന്നുണ്ടോ? അതിനോട് ശീലമായി. ഇപ്പൊ സെറ്റില് ആക്ഷൻ പറഞ്ഞാൽ മാത്രം ഞാൻ ക്യാരക്ടറായി നിൽക്കും. അല്ലാത്ത സമയത്ത് അവിടെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ കലവിലാണ്. പലപ്പോഴും സെറ്റിൽ ഞാൻ ഇടയ്ക്കൊക്കെ ഹസ്ബൻഡ് കൊണ്ടുപോകുമ്പോൾ പുള്ളിയുടെ അടുത്ത് പറയും, പ്രവീണിന് ഒരു അവാർഡ് തരണം, സഹിക്കുന്നുണ്ടല്ലോ. ഞങ്ങള് ഇവളുടെ വായ അടപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കാണ് ആക്ഷൻ പറഞ്ഞ പിന്നെ മിണ്ടില്ല, പിന്നെ ക്യാരക്ടറായി. അങ്ങനെ പറഞ്ഞിട്ടാണ് അവരെന്നെ കൺട്രോൾ ചെയ്യാന്ന് പറയും. അപ്പൊ അതിനോട് ഇപ്പൊ യൂസ്ഡ് ആയി. പിന്നെ നമ്മുടെ ക്യാരക്ടർ എന്താന്നുള്ളത് മനസ്സിലായി. ആദ്യത്തെ കുറച്ച് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞാനിങ്ങനെ ആക്ഷൻ പറഞ്ഞാലും ഞാൻ നിന്ന് സംസാരിക്കണ്ടാവും. എൻ്റെ സീൻ എടുക്കുകയാണെങ്കിലും ഞാൻ അപ്പുറത്ത് ഇരുന്ന് സംസാരിക്കണ്ടാവും. കാരണം എനിക്കങ്ങനെ വാ അടച്ചൊരു ശീലം ഇല്ല. പിന്നെ ഇപ്പോൾ റെഡിയായി വരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും ഞാൻ അല്ലാത്ത സമയത്ത് സംസാരിക്കാണ്ടായെന്ന് തോന്നുന്നു. ആ ക്യാരക്ടറോട് കൂടുതൽ ചേർന്നു. അപ്പോ ഈ ഒരു ഓണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സീരിയലിലൊക്കെ ഓണാഘോഷം കളറാണ്. മാത്രമല്ല ഇപ്പോൾ എല്ലാ സീരിയലിലും ഓണത്തിന് സ്പെഷ്യൽ എപ്പിസോഡുകൾ ഇറക്കുന്നുണ്ട് അല്ലെ? അതായത് ആ സീരിയലിൽ കൂടി ഓണം ആഘോഷിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായില്ല. കാരണം ഈ ഒരു സീരിയല് ഫാമിലി ഡ്രാമയല്ല, കുറച്ച് ഫാമിലി സൈഡ്സ് കാണിക്കുന്നുള്ളൂ. ബാക്കി നമ്മുടെ പോലീസ് കേസ് അന്വേഷിക്കുന്ന ടൈപ്പ് ഓഫ് അങ്ങനത്തെ ഒരു ജോണറാണ്. ക്രൈം ത്രില്ലർ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെയാണ്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് പോലീസ് ഓഫീസേഴ്സിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഓരോന്നും പുതിയ കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ കൂടുതൽ ആ സീരിയലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ഇപ്പോൾ വരുന്ന മർഡറുകളും അങ്ങനത്തെ കേസുകളും, ഇപ്പോൾ സ്ത്രീധന പീഡനം അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ ഇതിൽ ആളുകളെ കൂടുതൽ അവെയർ ആക്കാൻ, ലോൺ ആപ്പുകളുടെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ വരുന്ന ആളുകൾക്ക് വരുന്ന അങ്ങനത്തെ സ്കാമുകൾ, അങ്ങനത്തെ ഒക്കെ
ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും സീരിയലുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ഒരു തൃശ്ശൂർക്കാരി എന്ന നിലയിൽ നമുക്കറിയാം തൃശ്ശൂരിലല്ല എല്ലായിടത്തും ഓണം കളർഫുൾ ആണെങ്കിലും തൃശ്ശൂരിന് ഒരു സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള കുറെ ഫെസ്റ്റിവൽ ഉണ്ട്. അതിലെ പുലിക്കളി എന്റെ സെറ്റിൽ എപ്പോഴും ഞാൻ വാദിക്കുന്ന കാര്യം, പലർക്കും അറിയില്ല ഞാൻ തൃശ്ശൂർക്കാരിയാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ +2 കഴിഞ്ഞതിന് ശേഷം പഠിച്ചത് എറണാകുളത്താണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു കാലം ജീവിച്ചത് ദുബായിലാണ്. അപ്പൊ നമ്മളുടെ കൂടെയുള്ള ആളുകളുടെ ഒരു സ്ലാങ് പെട്ടെന്ന് നമ്മൾ തൃശ്ശൂർക്കാരെ അഡാപ്റ്റ് ചെയ്യല്ലോ. അപ്പൊ എന്നാലും ചിലപ്പോഴൊക്കെ ചോദിക്കാം എന്തുട്ടാ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അല്ല തൃശ്ശൂരാണോ ചോദിക്കും. ചിലപ്പോ ഞാൻ അവരുടെ അടുത്ത് അവിടെ ട്രാൻഡത്ത് ചോദിക്കും എന്തിര് എന്നൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോ അവര് നീ തിരുവനന്തപുരാന്ന് ചോദിക്കും. അപ്പൊ അവര് തിരിച്ച്. അപ്പൊ അങ്ങനെ നമ്മളെല്ലാത്തിനോടും ജെല്ലായി പോകും. അപ്പൊ അങ്ങനെ തൃശ്ശൂരിനെ പറ്റി പറയുമ്പം എനിക്ക് കുറച്ചും കൂടി പറയാനുള്ളത് നമ്മളുടെ സാംസ്കാരിക നഗരത്തിന്റെ ആ ഒരു അഹങ്കാരവും പുലിക്കളിയും നമ്മുടെ തൃശ്ശൂർ പൂരം എല്ലായിടത്തും ഇങ്ങനെ പറയും. അപ്പൊ അവര് പറയും തൃശ്ശൂർ പൂരത്തിന് വന്നാൽ ചൂടെടുത്ത് മരിക്കും എന്ന് പറയും അവിടെയുള്ള ആളുകൾ. ഞാൻ പറയും തൃശ്ശൂർ പൂരത്തിന് വരേണ്ട സമയമുണ്ട്, അത് തൃശ്ശൂർക്കാർക്ക് അറിയുള്ളൂ. അല്ലാതെ ചുമ്മാ വന്ന് മറ്റേ പട്ടി പൂരം കാണാൻ വന്ന പോലെ വരേണ്ടതല്ല. തൃശ്ശൂർ പൂരത്തിന് വരേണ്ട സമയമുണ്ട്, അറിയേണ്ട കാര്യങ്ങളുണ്ട്. അതിൻ്റെതായ ടൈമിൽ വന്നിട്ട് അതിൻ്റെതായ സ്ഥലത്ത് വന്നിട്ട് കാണണം. അല്ലാതെ ചുമ്മാ വന്ന് അവിടെ കറങ്ങി പോയിട്ട് കാര്യമില്ല. അപ്പൊ എല്ലാരും പറയും അയ്യോ ഭയങ്കര ചൂട്, ഭയങ്കര തിരക്ക്. ഈ വരുന്ന ഓരോരുത്തരും അത് 1 പ്രാവശ്യം വന്ന് 2 പ്രാവശ്യം വന്ന് വർഷങ്ങളോളം വന്നിട്ടാണ് അത് ആസ്വദിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് ഓടി വന്ന് അങ്ങനെ കണ്ടുപോകാനാണെങ്കിൽ എല്ലാവർക്കും പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ പറയും. പിന്നെ പുലിക്കളീനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പണ്ടൊക്കെ ആലോചിച്ചിട്ടുണ്ട്, വീട്ടിൽ നിന്ന് കൊണ്ടുപോയില്ല. കാരണം ആണുങ്ങൾ മാത്രം പോകുന്ന ഒരു ഫെസ്റ്റിവലായിരുന്നു. പണ്ട് പൂരം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ നമ്മള് ഇൻഡിപെൻഡന്റ് ആയി അല്ലെങ്കിൽ കുറച്ച് വളർന്നു ഇതായപ്പോ ഫ്രണ്ട്സ് ഒക്കെ ആയി നമ്മൾ തന്നെ പോയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇനിയിപ്പോ പുലിക്കളി കാണാൻ പോകാൻ വേണ്ടി പുലിവേഷം കെട്ടേണ്ടി വരും എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചു തിരക്കില്ലാണ്ട് പുലിക്കളി കാണാൻ എളുപ്പം. ചെറിയതായിരിക്കുമ്പോ ഒരു ടീനേജ് പ്രായത്തിലൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പുലി വേഷം കെട്ടിക്കഴിഞ്ഞാൽ. പിന്നെ ഞാൻ നോക്കുമ്പോ കുറെ പെൺകുട്ടികള് പുലിവേഷം കെട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പക്ഷെ അല്ലാതെ തന്നെ നമ്മളൊക്കെ പുലികളല്ലേ. തൃശ്ശൂരിന്റെ പുലികള് പെൺപുലികള് നമ്മള് അത് പുറത്തോട്ട് തൃശ്ശൂർ വിട്ട് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ തൃശ്ശൂർക്കാരാന്ന് പറഞ്ഞ് നമ്മളുടെ കഴിവുകൾ കാണിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോഴാണ് അവര് തൃശ്ശൂരത്തെ പുലിക്കുട്ടിയാ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. ഒരു ഫേമസ് ഡയറക്ടർ, സീരിയൽ ഡയറക്ടർ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചു എവിടെ സ്ഥലം ചോദിച്ചപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികൾ സീരിയലിലോട്ട് ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ, അപ്പൊ എല്ലാം പുലിക്കുട്ടികളാ അങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മള് ഒന്നിലും പിന്നിലല്ല. പണ്ടൊക്കെ ട്രിവാൻഡ്രത്തുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമായിരുന്നു ഇങ്ങനെ സീരിയലിൽ അഭിനയിക്കുക. അഭിനയം മൊത്തം സിനിമയായാലും സീരിയലായാലും പെൺകുട്ടികൾക്ക് ട്രിവാൻഡ്രം എന്നുള്ള ലൊക്കേഷൻ ആണെങ്കിൽ മാത്രമേ പറ്റൂ. ഒരുപാട് അവസരങ്ങളും ഉണ്ടല്ലേ, ഒരുപാട്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കഴിവുകൾ കാണിക്കാനായാലും ഒക്കെ എല്ലാത്തിനും, പ്രോഗ്രാംസിന് അല്ലാത്ത റിയാലിറ്റി ഷോസിനും ഒക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പണ്ട് ഭയങ്കര പാടായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ അവിടെ പോയി അറിയില്ല നമുക്ക് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പൊ എല്ലാം ഭയങ്കര ഈസി ആയിട്ട് വന്നിട്ടുണ്ട്. ജാനകി എന്തെങ്കിലും റീൽസോ കാര്യങ്ങളോ അല്ലെങ്കിൽ അഭിനയത്തിന് മുമ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു? റീൽസ് അല്ല, ടിക്ടോക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നല്ലോ, അതിൽ ചെയ്തിരുന്നു. ദുബായിലായിരുന്ന സമയത്ത് നമുക്ക് ആകെ ഒരു എന്റർടൈൻമെന്റ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും അഭിനയത്തിന്റെ ഒരു പൊടിക്കൈകളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള പൊടിക്കൈന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ആ ഒരു കുഞ്ഞു സ്ക്രീനിൽ നമ്മൾ ചെയ്യുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്റർടൈൻ ചെയ്യാൻ നമുക്കൊരു സന്തോഷത്തിന് ഉള്ള ഒരു കാര്യം മാത്രമായിരുന്നു. കൂടുതലും നമ്മൾ ഇങ്ങനെ ഡബിങ് ആണ് ചെയ്യുക. വോയിസിന് നമ്മൾ ആക്ഷൻ ലിപ്പ് കൊടുക്കാം. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് മോഡുലേഷനും അതുപോലെ ഡയലോഗ് കാണാപ്പാടം പഠിക്കാനൊക്കെ കിട്ടുമായിരുന്നു. അതൊക്കെ ഒരു ഗുണമായിട്ടുണ്ട്. പക്ഷെ അഭിനയം അതിലത്രയും വരാൻ പറ്റില്ല. എനിക്ക് ഊർവശി ചേച്ചിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ പണ്ട് ടിക്ടോക്കിലായിരുന്ന സമയത്ത് എൻ്റെ കുറച്ച് റീച്ചൊക്കെ പോയ ഒരു അതായിരുന്നു. ഇത് ഞാൻ ചെറുപ്പത്തിൽ പല്ല് തേച്ച എൻ്റെ ബ്രഷ്, ഇത് ഞാൻ ആദ്യമായിട്ട് മാവിനിറഞ്ഞ കല്ല് ആ ഒരു സീൻ ഇങ്ങനെ ചെയ്തിരുന്നു. അത് ഭയങ്കരമായിട്ട് റീച്ച് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ തന്നെ കോമഡി എനിക്കിഷ്ടമായി. കൽപ്പന ചേച്ചിയുടെ കോമഡിയൊക്കെ ഇങ്ങനെ ഒരു അങ്ങനത്തെ ഒരു റോളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാം. കോൺഫിഡൻസ് ഇല്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ നോ പറയില്ല. ഞാനിവിടെ വന്നപ്പോ എനിക്ക് ജാനകിയേക്കാൾ കൂടുതൽ സന്തോഷവതിയായിട്ട് ജാനകിയുടെ അമ്മയാണ് ഞാൻ കണ്ടത് അല്ലെ. എന്തൊരു സന്തോഷമായിട്ടായിരുന്നു ആ മുഖം കണ്ടപ്പോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അമ്മയാണ് അല്ലെ. അതെ, അമ്മേനെ പറ്റി പറയുകയാണെങ്കില് ഞാൻ ദുബായിൽ നിന്ന് ലീവിന് വന്നു കഴിഞ്ഞാല് ഞാൻ പലപ്പോഴും നോക്കണ്ട ഇവിടെ ഈവനിങ് ആയി കഴിഞ്ഞാൽ നല്ല ഒരു കൈകൊട്ടിക്കളി വേണ്ടി വരും. ഞാൻ കൈ കൊട്ടാത്തത് ഇനി ആൾക്കാർ ഓർക്കുമേ ഇതിനിടയ്ക്ക് കൈകൊട്ടിക്കളി ഉണ്ടോ.
അപ്പോൾ ദുബായിൽ നിന്ന് ലീവിന് വരുന്ന സമയത്ത് ഞാൻ ഓഡിഷൻസിന് എറണാകുളത്തും കോഴിക്കോടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അമ്മ പറയും, നീ എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നത്, ഈ സിനിമയിലൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല, നീ രക്ഷപ്പെടാൻ പോകുന്നില്ല, വല്ല സീരിയലും നോക്കുക. അപ്പൊ ഞാൻ ഓർക്ക് അമ്മ സീരിയൽ ഫാനാണ്. അപ്പൊ അമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും ഡ്രസ് ഇട്ടാല്, എങ്ങനെയെങ്കിലും മുടി കെട്ടി, എന്തെങ്കിലും മേക്കപ്പ് ചെയ്താ, എന്തെങ്കിലും പൊട്ടു തൊട്ടപ്പോ ഇത് മറ്റേ സീരിയലിൽ ആ കുട്ടിയില്ലേ അതിനെ പോലെ തന്നെയുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ വെച്ച് എന്നെ കമ്പയർ ചെയ്തിട്ട് പറയും, ആ കുട്ടീനെ പോലെ തന്നെയുണ്ട്, നീ ഇങ്ങനത്തെ ചുരിദാർ ഇട്, പിന്നെ ആ സീരിയലിൽ ഏഷ്യാനെറ്റിൽ ആ സീരിയലിൽ ആ കുട്ടിയുടെ ചുരിദാറില്ലേ ആ കളർ ചുരിദാർ എടുക്ക്, അങ്ങനെ തയ്ക്കും ഇങ്ങനെ തയ്ക്കും ഇങ്ങനെ പറയും. അമ്മ കംപ്ലീറ്റ്ലി ഒരു സീരിയൽ ഫാനായിരുന്നു. എനിക്ക് തോന്നുന്നു അമ്മയുടെ മാനിഫെസ്റ്റേഷൻ ആണ് ഒരു സീരിയൽ ഞാൻ സീരിയലിലോട്ട് എത്തിയത്. ആദ്യമായിട്ട് ഇപ്പൊ ഒരു സീരിയലിൽ അഭിനയിച്ച അപ്പൊ അമ്മയുടെ ആ ഒരു സന്തോഷം എങ്ങനെയായിരുന്നു? ഭയങ്കര സന്തോഷം. എന്നെക്കാൾ കൂടുതൽ എന്നെ പ്രൊമോട്ട് ചെയ്യുന്ന അമ്മയാണ്. ഇപ്പൊ എവിടെയെങ്കിലും ചെന്ന് ആരെങ്കിലും നോക്കണേ ഞാൻ പറഞ്ഞു, നിന്നെ നോക്കുന്നുണ്ട്, മനസ്സിലായിട്ടായിരിക്കും. അപ്പൊ അവര് വന്നിട്ട് അമ്മ അവർക്ക് മറ്റേ ലുക്ക് കൊടുക്കുമ്പോ അവര് വന്നിട്ട് ചോദിക്കും, ഇതാ കൊച്ചല്ലേ, അതെന്നെ എന്റെ മോള എന്ന് പറയും. അഭിമാനത്തോടു കൂടി ഭയങ്കര അഭിമാനത്തോടു കൂടി പറയും. പക്ഷെ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയില് എനിക്കൊരു നിലയും വിലയൊക്കെ ആയി. നിലവില ഉണ്ടായിരുന്നില്ല. അങ്ങനെയല്ല, സാധാരണ നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെയായിരുന്നു. അപ്പൊ ഇപ്പോഴാണ് ജാനകിയുടെ കഴിവ് കുടുംബാംഗങ്ങൾ തിരിച്ചറിഞ്ഞത്. വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ ഫാമിലിയിലായാലും അമ്മയുടെ ഫാമിലിയിലായാലും നമ്മുടെ അറിയുന്നവരിലായാലും ആകെയുള്ള ഒരു സെലിബ്രിറ്റി ഞാൻ. അതിന്റെ ഒരു അഹങ്കാരം കുറച്ചുണ്ടോ? നല്ല പോലെ ഉണ്ട്, കുറച്ചല്ല നല്ല പോലെ ഉണ്ട്. അല്ലേ? കാരണം എനിക്ക് ഈ നമ്മുടെ എല്ലാ റിലേറ്റീവ്സും തൃശ്ശൂര് തന്നെയാണ്. അപ്പൊ എനിക്ക് ഇവിടെ അഫോർഡബിൾ സെലിബ്രിറ്റി ഞാനാണ് അവരുടെ ഇടയിൽ. അപ്പൊ ഞാൻ പറയും, ഇപ്പൊ എന്നെ സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, കല്യാണം, ബർത്ത്ഡേ, നീ വരില്ലേ? ജാനകി വന്നേ പറ്റൂ, ഞങ്ങളുടെ കുടുംബത്തിലാകെയുള്ള ഒരു സെലിബ്രിറ്റിയാണ്. നീ ഉണ്ടാവില്ലേ കല്യാണത്തിന്? അതൊരു പ്രിവിലേജ് അല്ലേ? സത്യം. അപ്പൊ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിണ്ട്. ഞാൻ ദുബായിലായിരുന്നപ്പോഴും ഞാൻ ഉണ്ടോന്ന് പോലെ അന്വേഷിക്കാത്ത പലരും ഇപ്പൊ വിളിക്കാത്ത ആൾക്കാര്, സംസാരിക്കാത്ത ആൾക്കാർ സ്റ്റാറ്റസ് നോക്കുന്നു, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നു. എല്ലാം എന്റെ ബന്ധുക്കളാണ്. വെച്ചാല് ക്ലോസ് ആയിട്ടുള്ള ബന്ധുക്കൾ ഇപ്പോഴും പണ്ടും ഇപ്പോഴും ഒക്കെ ഒരേപോലെ നിൽക്കുന്നുണ്ട്. അതിൽ നല്ല സന്തോഷം ഒക്കെ അറിയിക്കുന്നുണ്ട്. അത് കൂടാതെ വിളിക്കാതിരുന്ന പല ബന്ധുക്കളും വിളിച്ചു തുടങ്ങി. അതും ഒരു സന്തോഷമാണ്. അതെല്ലാം ഈ ഒരു കാര്യം കൊണ്ടാണ്. ഇതൊന്ന് കൂടുതൽ വീട്ടമ്മമാരാണ് സീരിയൽ കൂടുതൽ കാണുന്നവര് അല്ലെ? അപ്പൊ പുറത്തൊക്കെ പോകുമ്പോ ഇപ്പൊ ഒരുപാട് ആളുകള് ആ കുട്ടിയല്ലേ, അല്ലെങ്കിൽ അക്ഷരയല്ലേ, പോലീസ് ഓഫീസർ അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് അടുത്തേക്ക് വരുമ്പോ കിട്ടുന്ന ഒരു ആ ഫീല് അതെങ്ങനെയാണ്? കുറച്ച് കുറവാണ് ആ പറഞ്ഞ സംഭവം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സീരിയലിൽ കുറച്ചും കൂടി ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെല്ലാം ആണുങ്ങളാണ്. ഞാനാണ് അതില് മെയിൻ ലീഡിനെ കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു ലേഡി ക്യാരക്ടർ ഞാനാണ്. അപ്പോൾ അവർക്കൊപ്പം ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഹീൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫ്രെയിമിൽ കാണുമ്പോൾ ഞാൻ എല്ലാവർക്കും ഒപ്പം ഹൈറ്റ് ഉണ്ട്, ആണുങ്ങൾക്കൊപ്പം ഹൈറ്റ് ഉണ്ട്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഞാൻ അത്ര ഹൈറ്റ് ഇല്ല, കുറവാണ്. പിന്നെ മാത്രല്ല ഹെയർ സ്റ്റൈല്, സീരിയലില് ഫുള്ള് ഹെയർ ഓപ്പൺ ഹെയർ ആണ്. അപ്പൊ നമ്മൾ പുറത്തു പോകുമ്പോ അങ്ങനെ ആയിരിക്കില്ലല്ലോ. അപ്പൊ ഒരു ഡോറ ലുക്കാണ് സീരിയലില് മൊത്തത്തിൽ, മുടി ഇത്രയും. അപ്പൊ ആണോ ഡൗട്ട് ഉണ്ട്, എവിടേക്കോ ഉണ്ട്, പക്ഷെ ആണോ ഇങ്ങനെ അവരിങ്ങനെ സംശയിച്ച് നിൽക്കാണ്. ചിലര് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കും. ഇപ്പൊ ഞാൻ കുറുക്കഞ്ചേരിയാണ് താമസിക്കുന്നത്. അപ്പൊ കുറുക്കഞ്ചേരി പൂയത്തിന് എനിക്ക് ഭയങ്കര സന്തോഷമായി. രാത്രിയാണ് തന്നെ കാവടിയൊക്കെ എന്താ പറയാ കേറാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ തിരക്കിൽ നിൽക്കുമ്പോ രണ്ടമ്മമാര് ഓടി വന്നിട്ട് അയ്യോ അക്ഷരയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ച് കുറേ സംസാരിച്ചു. എന്തൊരു ഡ്രൈവിങ്ങാ എന്നൊക്കെ. അപ്പൊ ആണോ അപ്പൊ അപ്പുറത്ത് നിന്നിട്ട് ചേച്ചിയുടെ മോള് പറയല്ലേ, അത് ക്യാമറ ട്രിക്കാ, ഞാൻ മിണ്ടാതിരി എന്ന് പറയും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവം ഡ്യൂപ്പൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇവര് കാണുന്നത് എല്ലാം റിയൽ ആണെന്നുള്ള തരത്തിലാണ്. അപ്പോ ഒരു പെൺകുട്ടി കാർ ഓടിക്കുന്നു, ആണുങ്ങളെല്ലാം പുറകില്, എൻ്റെ കൂടെയുള്ള ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും പുറകിലും സൈഡിലും ഒക്കെ ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ എനിക്ക് പ്രോ ഡ്രൈവർ എന്നുള്ള ഒരു ടൈറ്റിലും കൂടി ഉണ്ട്. അപ്പൊ അതൊക്കെ ഈ അമ്മമാർക്ക്, പ്രായമുള്ള അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു തൻ്റെ ഇടത്തോടു കൂടി ഒരു പെൺകുട്ടി വണ്ടി ഓടിക്കുന്നു, അത് ചെയ്യുന്നു, ഫൈറ്റ് ചെയ്യുന്നു. എന്നെക്കാളും ഡബിൾ സൈസുള്ള ആൾക്കാരൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ വീട്ടില് ചേച്ചിമാരായിട്ട് അടി കൂടുന്നല്ലാതെ അതും കൂടുതൽ അത് കൂടുതലും അല്ലാത്ത റെസ്ലിംഗ് ആണ് എന്റെ. അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. പിന്നല്ലാതെ വേറെ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പൊ കുറച്ച് മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചു തുടങ്ങി. കാരണം ഓരോ ഷെഡ്യൂൾ കഴിഞ്ഞ് വരുമ്പോ ഇഞ്ചുറിയാണ്. അപ്പൊ അതിന് ഏകദേശം ഒരു 8 മാസത്തോളം ആയിട്ടുണ്ടാവും. 8 മാസത്തോളമായി. അപ്പൊ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ഒരു സീരിയലിലേക്ക് വരുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു ഈ സീരിയലിലേക്കുള്ള ഒരു എൻട്രി? എൻ്റെ ഒരു ഫ്രണ്ട് ഭാസ്കർ അരവിന്ദ് എന്നാണ് പേര്. അവനിങ്ങനെ അവന്റെ കോണ്ടാക്റ്റിൽ ഞാൻ കുറച്ച് ഒരു 4-5 വർഷമായിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ കാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, സീരിയൽ അഭിനയിക്കുന്നുണ്ട് എന്നൊക്കെ എനിക്കറിയാം. ആള് നമ്മുടെ
താൻ കേസുകോട് എന്ന് പറയുന്ന ആ മൂവിയിലെ നമ്മളുടെ കുഞ്ചാക്കോ ബോബന്റെ ഡ്യൂപ്പ് ചെയ്യും, ആ ദേവദൂതർ പാടിയ അതിലാണ് ഞാൻ പരിചയപ്പെടുന്ന പുള്ളീനെ. അപ്പൊ അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ലാസ്റ്റ് ഇയർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഓണത്തിന്റെ സമയത്ത് എക്സാക്ട് ആ ഒരു 1 year ആവാണ് ശരിക്കും അവനിങ്ങനെ എൻ്റെ അടുത്ത് അത് ചോദിച്ചിട്ട്, ഒരു സീരിയലിൽ ഒരു പോലീസ് ക്യാരക്ടർ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ നിന്റെ കൊടുക്കാം, മുടി ഞാൻ അന്ന് ബോബ് ചെയ്തിരിക്കുക, ഇത്ര മുടിയുള്ളൂ. അപ്പൊ അവരിങ്ങനെ ചോദിക്കുന്നത് മുടിയില്ലാത്തൊരു കുട്ടീനെയാണ്. ഞാൻ പറഞ്ഞോട് ഞാൻ ഹൈറ്റ് ഇല്ല, നീ ആ ഓഡീഷൻ ഒന്ന് അറ്റൻഡ് ചെയ്തേക്ക്, ട്രിവാൻഡ്രം വരെ പോയാൽ മതി. അപ്പൊ ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. എന്നുവെച്ചാൽ സെയിം ഒരു സീരിയലിന്റെ എല്ലാ സെറ്റപ്പും ചെയ്ത് ക്യാമറ എല്ലാം പ്രൊഫഷണൽ രീതിയിലാണ് ചെയ്യുന്നത്. ക്ലാപ്പ് ബോർഡ് ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണാം. ചെല്ലുന്നു, ഡയലോഗ് നേരത്തെ തന്നു, ഞാൻ ഉച്ചയ്ക്ക് എത്തി, അപ്പൊ തന്നെ ഡയലോഗ് തന്നു, ഇതെല്ലാം പഠിച്ച് ഇന്ന് പറയണം. ഒരു 5 ഡയലോഗ് ഉണ്ട്, 5 സെന്റൻസ് ഉണ്ട്, എല്ലാം കാണാണ്ട് പഠിച്ചു. ഞാൻ ഇന്ന് പറഞ്ഞു, എല്ലാ ആംഗിളൊന്നും പറഞ്ഞു, ക്ലോസ് വെച്ച് വൈഡ് വെച്ച് എല്ലാം വെച്ചു. ഓക്കെ, ഇതേ ഡയലോഗ് എൻ്റെ അടുത്ത് 2 പേരും കൂടെ പറയണ്ട. അപ്പൊ എനിക്ക് മനസ്സിലായി ഞങ്ങൾ മൊത്തം 3 പേരാണ്, 3 ഓപ്ഷനാണ് ഇതിന്. ശരി, കഴിഞ്ഞ് ഓക്കെ. അപ്പൊ പറഞ്ഞു കഴിഞ്ഞു, ഓഡീഷൻ കഴിഞ്ഞു, വേണേ പോയിക്കോളൂ കേട്ടോ, ഞാനീ പോയിക്കോളൂ. ഞാൻ അടുത്ത ട്രെയിൻ കയറി പോന്നു. പിന്നെ ഇവനായിട്ട് ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷനും ഇല്ല. 2 ആഴ്ച കഴിഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പം ഇവൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചു എന്നെ. എന്നിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു, അല്ല നീ ആ സീരിയലിനെ കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ചോദിച്ചിട്ട് കാര്യമില്ല, എനിക്ക് കിട്ടില്ലല്ലോ. ബാക്കി എല്ലാവരും നല്ല പെർഫോമൻസ്, 90% എനിക്കില്ല. പിന്നെ 10% ഉണ്ടായിരുന്നത് മുടി എന്ന് പറഞ്ഞ വന്ന 2 പേർക്കും നല്ല മുടി ഉണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോ ആ ഒരു കാര്യത്തിൽ മുടി കൊണ്ട് മാത്രം. പക്ഷെ ആക്ടിങ്ങിലൊന്നും നമ്മളൊന്നുമല്ല. അവിടെ പെർഫോം ചെയ്തിരുന്നവരെല്ലാം സീനിയർ ആർട്ടിസ്റ്റുകളാണ്. അവിടെ അതൊരു മോക്ക് ഷൂട്ടും കൂടിയായിരുന്നു. അപ്പോൾ വന്ന എല്ലാവരും വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെൽ നോൺ ആക്ടേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ കിട്ടില്ലല്ലോ. അല്ല, നീയാണ് സെലക്ട് ആയിട്ടുള്ളത്. ശരിക്കും ആ സമയത്ത് ഞാൻ അപ്പൊ അതുവരെ ഞാൻ ഓഡീഷന് പോയത് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് പിന്നെ ഞാൻ എന്തിനാണ്, ഹസ്ബൻഡിനെ എനിക്ക് മാത്രമേ അറിയുള്ളൂ, വേറെ ഒരാൾക്കും അറിയില്ല. സെലക്ട് ആയെന്ന് പറഞ്ഞിട്ട് ഞാൻ ആരോടും പറയുന്നില്ല. നമ്മളെ ചാനലിൽ നിന്ന് വിളിക്കട്ടെ, അപ്പൊ ഞാൻ വിശ്വസിക്കാം. അത് കഴിഞ്ഞു പിന്നെ നേരെ ചാനലിൽ നിന്ന് പിറ്റത്തെ ആഴ്ചയിൽ വിളി വന്നു. എനിക്കതിൻ്റെ ഒരു AI ജനറേറ്റഡ് ആയിട്ടുള്ള എൻ്റെ ക്യാരക്ടർ സ്കെച്ച് വന്നു. അതുപോലത്തെ കോസ്റ്റ്യൂംസ് എടുക്കണം, ഇങ്ങനെ ചെയ്യണം. ഇന്ന ദിവസം മോക്ക് ഷൂട്ട് ഉണ്ട്, അതായത് ഇതിൻ്റെ പൈലറ്റ് ഷൂട്ട് ഉണ്ട് എന്ന് തോന്നുന്നു. പൈലറ്റ് ഷൂട്ടിന് പോയപ്പോഴും എനിക്കൊരു വിശ്വാസമില്ല. കാരണം അവിടെ ചെന്നപ്പോഴും നമുക്കൊരു എന്താ പറയാ, ഒരു കോൺഫിഡൻസ് ഇല്ല. ഞാൻ ചെയ്തിട്ടില്ല, എന്നെ തന്നെയാണ്, ഇനി ഇവർക്കെപ്പോൾ വേണമെങ്കിൽ മാറ്റാലോ എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ. ഇങ്ങനെ ഞാനൊരു ധൈര്യമില്ലാത്ത പോലെ ചെയ്യുന്നു. അതൊക്കെ കഴിഞ്ഞു. റിയൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വീട്ടിലും ഹസ്ബൻഡിനും അമ്മയുടെ അടുത്തും പറഞ്ഞു. അതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ എന്താണ് ക്യാരക്ടർ എന്ന് പോലും ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞില്ല. പക്ഷെ അമ്മ ഭയങ്കര ഹാപ്പി, ഇവിടെ അമ്മ ഭയങ്കര ഹാപ്പി, ഞാൻ മദറിൻലോയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. മദറിൻലോ പറഞ്ഞു, ഓ നീ ഒന്ന് സിനിമയിൽ അല്ല സീരിയലിൽ ഇതായിട്ട് വേണം എനിക്ക് ഒരു ക്യാരക്ടർ ചോദിക്കാനായിട്ട്. അപ്പൊ ഞാൻ കലയാക്കിട്ട് പറയും ഊമയായിട്ട് അഭിനയിക്കാനാണ്. പക്ഷെ മദറിൻലോ ഭയങ്കര സപ്പോർട്ടും ആണ്, ഭയങ്കര കൗണ്ടേഴ്സും ആണ്. എൻ്റെ എല്ലാ എപ്പിസോഡ്സും കണ്ടിട്ട് പറയും, നീ ആ ഗുണ്ടനെ ഇടിച്ചത് ശരിയായില്ല, അങ്ങനെ പറയും. തിരിച്ചടിക്കുമ്പോ പറയും, നിനക്ക് നാണമുണ്ടോ അടിയൊക്കെ വാങ്ങിക്കാനായിട്ട് ചോദിക്കും. തിരിച്ചു കൊടുക്കണ്ട. ഞാൻ പറയാം, അത് സ്ക്രിപ്റ്റ് അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഒരു അടി വാങ്ങിക്കേണ്ടി വന്നു. ഇപ്പൊ ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കലാകാരികളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു അനുഗ്രഹം കൂടിയാണ് അല്ലേ. കാരണം നമുക്ക് ഷൂട്ടാവുമ്പോൾ പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരും, പല സമയങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അപ്പൊ അതൊക്കെ സപ്പോർട്ട് ചെയ്ത് അതൊക്കെ കണ്ടറിഞ്ഞ് നിൽക്കുന്ന ഒരു ഫാമിലി, അപ്പൊ എനിക്ക് തോന്നുന്നു അതിനുള്ള ഏറ്റവും വലിയ ഭാഗ്യവതിയാണ് ജാനകി. കിട്ടി. ഈവൻ എനിക്ക് കോസ്റ്റ്യൂമിനായ പോലും എനിക്ക് എല്ലാ സപ്പോർട്ടും ഫാമിലി, ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ നിന്നുണ്ട്, എന്റെ ഫാമിലിയിൽ നിന്നും ഭയങ്കര സപ്പോർട്ടുണ്ട്. ഹസ്ബൻഡ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ എല്ലാരും കളിയാക്കി പറയും, വീട്ടിൽ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സീരിയലിന് ഡേറ്റ് ആയോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു വിടുന്നത് പ്രവീണാണെന്ന് പറയും. വീട്ടിൽ അത്രയും ശല്യമാണ്, അതുകൊണ്ട് ഡേറ്റ് ഉണ്ടോന്ന് അവനാണ് വിളിച്ചു ചോദിക്കാന്ന് കളിയാക്കിയിട്ട് പറയും. സത്യത്തിൽ അവരിങ്ങനെ ഡേറ്റ് അറിയിക്കുമ്പോൾ ഞാൻ പറയും, അതോ ഇന്ന ഡേറ്റിനുണ്ട്, പോയിക്കോ കുഴപ്പമില്ല. അപ്പൊ പുള്ളി അത് ഓക്കെ ആണ് ഇങ്ങനെയാണെങ്കിലും. പിന്നെ ഞാൻ എല്ലാ ഒറ്റയ്ക്ക് ചെയ്യുന്നുള്ള കളിയാക്കി പറയണത് സ്ക്രൂ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പോകുന്ന പാവയാണ്. സ്ക്രൂ ചെയ്താൽ മതി. പുള്ളി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, പുള്ളിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോലും എൻ്റെ അടുത്ത് പറയും, അതൊന്ന് ചെയ്തു തരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്തിട്ടേ അടങ്ങൂ. പിടിച്ചോണ്ട് വരാൻ നമ്മളെ കൊന്നിട്ട് വരും എന്ന് പറയും. അതാണ് പുള്ളി പറയാ. അപ്പൊ ആരോടായാലും പറയും എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ. അപ്പൊ അമ്മയൊക്കെ ലീവിന് വന്നു കഴിഞ്ഞാൽ, അമ്മ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ, മദറിൻലോ വന്നു കഴിഞ്ഞാൽ പറയും, എടാ അവളൊരു പെൺകുട്ടിയല്ലേ, അവളെയാണ് പറഞ്ഞു വിടുക, പോയ പോലെ തിരിച്ചു വന്നോളൂ. അമ്മയ്ക്ക് അറിയില്ല അവള് പോയ പോലെ തിരിച്ചു വരും, അമ്മ ടെൻഷൻ അടിക്കാതിരിക്കും, അവള് പോയിട്ട് വരും എന്ന് പറയും. പത്തനംതിട്ട എനിക്ക് യാതൊരു പരിചയമില്ലാത്ത സ്ഥലമാണ്. കല്യാണം കഴിഞ്ഞ് ചെന്നതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കെല്ലാം അന്വേഷിച്ചറിഞ്ഞ് പോയി കണ്ടുപിടിച്ചിട്ടൊക്കെ വരും. അപ്പൊ അമ്മ പറയേ, ഞങ്ങളറിയാത്തവരെ വരെ നിന്നറിയാം, ഇപ്പൊ നിനക്ക് കഴിഞ്ഞ ഇലക്ഷൻ അവിടെ നിൽക്കാറുന്നില്ലേ.
അപ്പൊ ഇപ്പൊ ഈ കഴിഞ്ഞ ഇലക്ഷൻ എന്നോട് പറയാം പത്തനംതിട്ടയിൽ നിന്നെങ്കിൽ നീ ജയിച്ചു. അല്ല, വീട്ടുകാരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയങ്കര സപ്പോർട്ടാ. സിസ്റ്റർ ഇൻ ലോ എടുത്തു പറയേണ്ടതാണ്. എനിക്ക് ഈ സാരി സിസ്റ്റർ ഇൻ ലോയുടെ ഓണ ഗിഫ്റ്റ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പൊ ഞാൻ ഈ പ്രോഗ്രാമിന് ഈ സാരി ആയിരിക്കും കൊടുക്കുക. സിസ്റ്റർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ എല്ലാരും ഭയങ്കര, സിസ്റ്ററിന്റെ ഹസ്ബൻഡ് എല്ലാരും അവര് പുറത്താണ്, പക്ഷെ അവരെല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. സീരിയല് എന്റെ എന്ത് പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞാലും അവര് കാണും, അതിനെക്കുറിച്ച് എല്ലാ അഭിപ്രായവും അറിയിക്കും. ഭയങ്കര സപ്പോർട്ടാണ്. 2 കുഞ്ഞുങ്ങളുണ്ട്, അവരും അതെ ഭയങ്കര സപ്പോർട്ടാണ്. മാമനേക്കാൾ കൂടുതൽ ആന്റീനെയാണ് അവർക്ക് ഇഷ്ടം. കാരണം ഞാൻ ഫൈറ്റ് ആണല്ലോ, അവർ 2 ബോയ്സ് ആണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ഈ പെണ്ണുങ്ങൾ ഇടിക്കുന്നതും മാമൻ ഭയങ്കര സൈലന്റ് ആണ് പിള്ളേരുടെ അടുത്ത്. അപ്പൊ ഞാനാണ് കൂടുതൽ അവർക്ക് ഇടിയൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പൊ ഇപ്പൊ നാട്ടിലുണ്ട് അവര്. അപ്പൊ അവർക്ക് ഞാൻ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ എപ്പിസോഡ്സ് ഒക്കെ കാണിച്ചു കൊടുക്കും. അങ്ങനെ കുട്ടികളെയും വലയിലാക്കി. ഇപ്പൊ അവര് പറയും ആന്റി പുതിയ വീഡിയോ അയക്ക് എന്ന് പറയാം. അപ്പൊ ഞാൻ ഇങ്ങനെ വാട്സപ്പില് ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അയച്ചു കൊടുക്കും. അവിടെ ആണെങ്കിലും അവരിരുന്ന് അതൊക്കെ കാണും. അപ്പൊ ചേച്ചി സിസ്റ്റർ ഇൻ ലോ പറയും നേരം പോവാനായിട്ട് നിന്നെ വിളിച്ചു തന്നാ മതി, അവിടെ എന്തെങ്കിലും പണിത്തിരക്കുണ്ടെങ്കിൽ എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് പിള്ളേരുടെ ഒരു ശല്യമില്ലാതിരുന്നു. കാർട്ടൂൺ ഈ പെപ്പാപ്പിക്കും കൊക്കോമെലോണും വെക്കണതിന് പകരം ജാനകിനെ വിളിച്ചു കൊടുത്താൽ മതി, നിന്നെ വിളിച്ചു തന്നാ സേഫാ. പിന്നെ എനിക്ക് അന്വേഷിക്കണ്ട, 2 കൂടെ അവിടെ ഇരുന്നോളും. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നോളും. അങ്ങനെയാണ് ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള ഒരിത്. ഇങ്ങനെ പുതിയ പ്രോജക്റ്റുകളൊക്കെ വരുന്നുണ്ട്, സീരിയൽസ് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരു ഡ്രീം ഉണ്ട്, നടക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഫെസ്റ്റിവൽ മൂവി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അവാർഡിന് വേണ്ടിയല്ല, പക്ഷെ എന്നാലും കമേഴ്ഷ്യൽ ചെയ്താൽ ചിലപ്പോൾ ഞാൻ എറിക്കുമോ, എനിക്കത് ചെയ്യാൻ പറ്റുമോ അറിയില്ല. പക്ഷെ എനിക്ക് ഫെസ്റ്റിവൽ മൂവി എൻ്റെ ഏറ്റവും വലിയൊരു റോൾ മോഡലാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാള് സുരഭി ചേച്ചിയാണ്. ഇന്ന് ചേച്ചി വന്ന ആ ഒരു കോമഡി ബാക്ക്ഗ്രൗണ്ടും അതുപോലെ ചെയ്തിരുന്ന സീരിയൽസ്, സിറ്റ്കോം എല്ലാം ചെയ്തിരുന്നതും ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതിനുശേഷം നല്ല എന്താ പറയുക ഭയങ്കര കോറായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് ഫെസ്റ്റിവൽ മൂവീസിലൊക്കെ. മിനാമിനിങ് എന്ന് പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതായിരുന്നു അതിലെ ക്യാരക്ടറൊക്കെ. പിന്നെ ARM ചെയ്തത് അത് കമേഴ്ഷ്യൽ ആണെങ്കിൽ കൂടി അതിൽ ചെയ്ത ക്യാരക്ടറും ഒക്കെ, ഓരോ ക്യാരക്ടറും അപ്പൊ ശരിക്കും പുള്ളിക്കാരിനെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അതുപോലെയൊക്കെ ആവണം. നോർമലി ഒരു കൊമേഴ്സ്യൽ മൂവിയാണ് തുടക്കത്തിൽ വരുന്ന എല്ലാ കലാകാരികളും ആഗ്രഹിക്കുക, പക്ഷെ അതിൽ നിന്ന് എൻ്റെ ഡിഫറെന്റ് ആയിട്ടാണ് ജാനകി ആഗ്രഹിക്കുന്നത്. കാരണം ഇത് തന്നെയാണ്, ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പൊ ഇത് കണ്ടാൽ ചിലർ ഇനിയിപ്പോ വരുന്നവരെല്ലാരും പറയും ഓക്കെ എനിക്കും ഫെസ്റ്റിവൽ മൂവി മതിയെന്ന്. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. ഇനി പ്രൊഫഷണൽ ആയിട്ട് അഭിനയം പഠിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കലാകാരന്മാരെയും കലാകാരികളുടെ ഒക്കെ കൂടെയാണ് അഭിനയിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് പഠിക്കാനൊക്കെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ തലയാട്ടും. ഡയലോഗ് പറയുമ്പോൾ ഡയലോഗിന് മുമ്പേ ഞാൻ തലയാട്ടും. അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അപ്പൊ അതൊക്കെയും അവര് പറഞ്ഞു തന്നു അങ്ങനെ ചെയ്യരുത്. ഡയലോഗ് പറയുമ്പോൾ ആദ്യം കേൾക്കുക, അതിനുശേഷം മാത്രം റിയാക്ഷൻ കൊടുക്കുക. ഞാൻ കേൾക്കുമ്പോ തന്നെ കാരണം നമ്മള് തൃശ്ശൂർക്കാരുടെ ഒരു പ്രശ്നം അത് കേട്ടത്. നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പറയുന്നതിന് മുമ്പ് തലാട്ടും. അപ്പൊ അത് തൃശ്ശൂരിന്റെ, അപ്പൊ ഞാൻ പറയാം എന്റെ കുഴപ്പമില്ല, തൃശ്ശൂർക്കാരുടെ മൊത്തത്തിലുള്ള പ്രശ്നം എന്റെ നാടിന്റെ കുഴപ്പമാണ് അങ്ങനെ പറയാം. പക്ഷെ അത് ഞാൻ പതുക്കെ മാറ്റി വരുന്നു. തലയാട്ടല് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടെ അഭിനയിച്ച് ബിനോജ് ചേട്ടൻ, ഞങ്ങളുടെ കുട്ടൻപിള്ള എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഉപ്പുമുളകിലും ഫേമസ് ആയിട്ടുള്ള ചിറ്റപ്പൻ. അപ്പൊ ഞാൻ ആദ്യം പേടിച്ചിട്ടാണ് ഫസ്റ്റ് ഇരിക്കുന്നത്. പുള്ളിയുടെ കൂടെയുള്ള ഒരു രസമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ ഭയങ്കര പേടിച്ചിട്ടിരിക്കാറുണ്ട്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ കാണുമ്പോഴേ തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ കോമ്പിനേഷൻ സീനാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു ഓഫീസിൽ മേശയ്ക്ക് ചുറ്റും ഇരിക്കുക. എന്റെ ഡയലോഗാണ് എടുക്കുന്നത്. ഇനി ഒരുത്തനും ഒരു പെണ്ണിനെയും ഉപദ്രവിക്കരുത്, തൊട്ടാൽ പേടിക്കുന്ന നിയമം വേണം. അങ്ങനെ ഒരു ഡയലോഗ് ഞാൻ പറയാണ്. പക്ഷെ എനിക്ക് ടെൻഷനായിട്ട് ഞാൻ പറയാം ഇനി ഒരുത്തനും ഒരു പെണ്ണിന് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പറയാൻ പറ്റുന്നില്ല, ടെൻഷനായിട്ട് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. ഉടനെ പുള്ളി എൻ്റെ അടുത്ത് ഡേയ് നീ തിരുവനന്തപുരം. അപ്പൊ പുള്ളി ഫസ്റ്റ് എന്നോട് മിണ്ടുന്നതാ, അല്ല തൃശ്ശൂരാണ് പറഞ്ഞു. ഞാൻ പിന്നെ എന്തിനു ഉപദ്രവിക്കരുത് തെറ്റിപ്പറഞ്ഞ ചേട്ടോന്ന്, അങ്ങനെ തെറ്റി പറഞ്ഞാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പുള്ളീനെ ആയിട്ട് കമ്പനി, ആ ബന്ധം എപ്പോഴും അതേപോലെ പോകുന്നുണ്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡിസ്കസ് ചെയ്യും. ചേട്ടൻ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു ഇതുണ്ട്, എന്ത് പറഞ്ഞാലും ആസ് ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പുതിയ പ്രോജക്ട്സ് ഒക്കെ ഓൺ ആവുന്നുണ്ടെങ്കിൽ പറയും ഇന്ന ചാനലിലൊന്നും വന്നിട്ടുണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം എന്നാലേ കിട്ടുള്ളൂ. അന്ന് പുള്ളിയാണ് പറഞ്ഞത് നിന്നെ അന്വേഷിച്ച് ആരും വരില്ല, അതിന് മാത്രം ഒന്നും ആയിട്ടില്ല. ഞാൻ
വരെ എന്ന് പുള്ളി പറയും. ഞാൻ വരെ അവസരങ്ങൾ അന്വേഷിക്കുകയാണ്. നമ്മളും അന്വേഷിക്കണം, നീയും അന്വേഷിക്കണം, ചെയ്യണം. നിനക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് ആരെങ്കിലും പറഞ്ഞു തന്നാൽ അത് ആക്സെപ്റ്റ് ചെയ്യണം, എന്നിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യണം, അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നത് പുള്ളിയും. അതുപോലെ തന്നെ മനുഷ്യ ചേച്ചി ഉണ്ട്. മനുഷ്യ ചേച്ചിയുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടില്ല, പക്ഷേ പുള്ളിക്കാരിയും ഇതുപോലെ നല്ലൊരു ഫ്രണ്ടാണ്. ഞങ്ങൾ ഒന്നിച്ച് വേറെ കുറച്ച് ആഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയും പറഞ്ഞു തരും. പിന്നെ അതുപോലെ ഓരോ ആർട്ടിസ്റ്റുകൾ എല്ലാത്തിലും പുതിയ കലാകാരികൾ വരുമ്പോ ഒരു നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല കോമ്പറ്റീഷനും ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ. കാരണം എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എല്ലാവരും അടുത്ത് ഞാൻ പറഞ്ഞ പോലെ ട്രിവാൻഡ്രത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ റെഡിയാണ്, അഭിനയിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് തൃശ്ശൂരിൽ നിന്ന് എനിക്ക് അവിടെ പോയി അഭിനയിക്കാനും അവിടെ എനിക്ക് എല്ലാ ഫെസിലിറ്റീസും അവർ തരുന്നു. അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഇത് ദൂരം എന്നല്ലേ, ഇത്രയും ദൂരമില്ലേ, ആ കുട്ടി വേണ്ട, നമുക്ക് ഇന്ന ആളാ മാറ്റാം എന്നവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ ഇത് കണ്ടിട്ട് മാറ്റരുത്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് ഞാൻ പറയാണ്, വലിയ മനസ്സ്. ജാനകി എന്തായാലും ഓണല്ലേ, അപ്പോ തൃശ്ശൂർക്കാരിയാണ്, ഓണത്തെ കുറിച്ച് എന്തൊക്കെ അറിയുന്നത് എനിക്കൊന്നും അറിയണം. അപ്പൊ ഞാൻ കുറച്ച് ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ ചോദിക്കുമ്പോൾ കടകടയെന്ന് ആൻസർ പറയാം കേട്ടോ. ഓക്കെ. പൂക്കളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ഓണം. പൂക്കളത്തിലെ പ്രധാന പൂവ്? തുമ്പപ്പൂ. ഓണക്കോടി എന്നത് എന്താണ്? പുതിയ ഡ്രസ്. യെസ്. ഓണസദ്യ വിളമ്പുന്നത് ഏത് ഇലയിലാണ്? വാഴയില. ഓണസദ്യയിലെ പ്രധാന വിഭവം ഏതാണ്? പായസം. അല്ല. ഉപ്പേരി. അല്ല. സാമ്പാർ. അല്ല. പുളിഞ്ചി. അല്ല. ഏതായിരിക്കും? അവിയൽ. അല്ല. പരിപ്പും നെയ്യും. ആണോ? നമുക്ക് കുറച്ച് കുറവാണല്ലേ പരിപ്പും നെയ്യും. അതാണ്, അത് അവിടേക്കാ, അങ്ങോട്ടാണ്, അതുകൊണ്ടാണ്. തെക്കോട്ട. ഓണത്തിന് പ്രശസ്തമായ പായസം ഏതാണ്? അടപ്രഥമൻ. യെസ്, കറക്റ്റ്. ഞാൻ പക്ഷെ പാലടയാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിക്കില്ല, അതാണ്. ഇന്നലൊരു സദ്യ കഴിച്ചു, അതിലടപ്രഥമനായിരുന്നു. പുലിക്കളിക്ക് ഏറ്റവും പ്രശസ്തമായ ജില്ല? തൃശ്ശൂർ. അത്തച്ചമയത്തിന് പ്രശസ്തമായിട്ടുള്ള സ്ഥലം ഏതാണ്? തൃപ്പൂണിത്തുറ. യെസ്. നെഹ്റു ട്രോഫി വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? പുന്നമടക്കായൽ. യെസ്. എവിടെയാണ് അത്? ഏത് ജില്ലയാ? ആലപ്പുഴ. യെസ്. ആറന്മുള വള്ളംകളി ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. അത് പറഞ്ഞില്ലെങ്കിൽ അടിയാണ്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അടി വരും. ഓണപ്പാട്ടിന്റെ പ്രശസ്തമായിട്ടുള്ള ആദ്യ വരി എന്താണ്? ഇത് പറഞ്ഞേ പറ്റൂ. ഓണപ്പാട്ടിന്റെ ഏത് മൂഡ്? ഓണം മൂടല്ല. ഏത് പാട്ടാണ് നമ്മൾ ഓണത്തിന് പാടാറുള്ളത് എപ്പോഴും? ഇങ്ങനെ തുഴയുന്ന പാട്ടല്ല. ഓണത്തിന് ആരാണ് വരാറുള്ളത്? മാവേലി. കഷ്ടപ്പെട്ട് ഒരുപാട്. ഓണം ഏത് മലയാള മാസത്തിലാണ് ആഘോഷിക്കുന്നത്? ചിങ്ങം. കേരളത്തിന്റെ ദേശീയോത്സവം? ഓണം. ഓണം ആരുടെ ഓർമ്മയ്ക്കായാണ് ആഘോഷിക്കുന്നത്? മഹാബലി. യെസ്. മഹാബലിയുടെ പിതാവ്? ഇത് കുറച്ച് വെള്ളം കുടിക്കും, അത്ര എനിക്കറിയില്ല. അറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞു തരാം. വിരോചനൻ. എന്താ? വിരോചനൻ. മഹാബലിയുടെ മുത്തച്ഛൻ ആരാണ്? അവിടെ അച്ഛൻ അറിയില്ല, എന്നിട്ടാണ് മുത്തച്ഛൻ. റേഷൻ കാർഡിന്റെ നമ്പർ വേണ്ട. പ്രഹ്ലാദൻ. മഹാബലിയുടെ ഗുരു ആരാണ്? എനിക്ക് എന്റെ ഗുരുവിന് മാത്രമേ അറിയുള്ളൂ അല്ലെ. ശുക്രാചാര്യൻ. വാമനൻ ഏത് ദേവന്റെ അവതാരമാണ്? മഹാവിഷ്ണു. യെസ്. വാമനൻ വിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണ്? 3. നോ. 4. നോ. 7. നോ. 5. അഞ്ചാമത്തെ അവതാരം. വാമനൻ എത്ര അടി മണ്ണാണ് ചോദിച്ചത്? 3. അത് കറക്റ്റ് ആണ്, അതിലൊരു സംശയമില്ല. മഹാബലി എവിടേക്കാണ് പോയത്? പാതാളത്തിലേക്ക്. അത്തം മുതൽ തിരുവോണം വരെ എത്ര ദിവസങ്ങളുണ്ട്? 10. ഓണത്തിന്റെ ആദ്യ ദിവസം? അത്തം. ഓണത്തിന്റെ പ്രധാന ദിവസം? തിരുവോണം. തിരുവോണത്തിന് ശേഷമുള്ള ദിവസം? ഉത്രാട, തിരുവോണം, അവിട്ടം. യെസ്. മഹാബലി വർഷത്തിൽ എത്ര പ്രാവശ്യം കേരളത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്? ഒരു പ്രാവശ്യം, കൺഫ്യൂഷൻ ഇല്ല. ഓണസദ്യയിൽ ഉപ്പേരി എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? നേന്ത്രക്കായ. ശർക്കര വരട്ടി എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? പച്ചക്കായ. പച്ചക്കായ. നേന്ത്രക്കായ. ഓണത്തിന് വീടിന്റെ മുൻപിൽ ഒരുക്കുന്ന എന്താണ്? പൂക്കളം. ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ട്? ഞാൻ നേരത്തെ ഓണപ്പാട്ട്. മാവേലി നാടുവാണിടും കാലം. അപ്പൊ ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ട് ആൻസർ ഒക്കെ പറഞ്ഞു.
ഫുൾ മാർക്ക്. ഓണത്തിനെ കുറിച്ച് ഇത്രയും അറിവുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. ചില്ലറക്കാരി അല്ലേ? ഓണം മാത്രല്ല, അത്യാവശ്യം ഓണത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം. വരുന്നു എന്ന് അറിഞ്ഞപ്പോ ഞാൻ ഓണത്തിന്റെ പുസ്തകങ്ങളെല്ലാം എടുത്ത് പഠിച്ചു. അല്ല, എന്തായാലും ഇത്രയും ആൻസർ പറഞ്ഞതല്ലേ, അപ്പൊ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണ്ടേ? തീർച്ചയായിട്ടും ഞാൻ തരും. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊക്കെ ഇങ്ങനെ പടപട എന്നുള്ളതാണ് ആൻസർ പറയുന്നത്. അതെ. അപ്പൊ എന്തായാലും ഒരു ഗിഫ്റ്റ് ഇല്ലാതെ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പായസമൊക്കെ എന്തായാലും ഓണത്തിന് വിഭവ സമൃദ്ധമായിട്ട് കഴിക്കാറുണ്ട്. ഐസ്ക്രീം ഇഷ്ടമുള്ള ആളാണോ? ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഫ്രഞ്ച് ഡയറി ഐസ്ക്രീമിന്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 6 ഗിഫ്റ്റ് വൗച്ചറാണ്. ഫാമിലിക്ക് മുഴുവൻ ഇരുന്ന് ഐസ്ക്രീം കഴിക്കാം. അത്രയും ഡിലീഷ്യസ് ആയിട്ടുള്ള ഐസ്ക്രീം ആണ്. യെസ്, ഓണം ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫ്രഞ്ച് ഡയറി. അപ്പൊ ഐസ്ക്രീം എന്തായാലും ഓണത്തിന് ഐസ്ക്രീം എല്ലാവർക്കും ഇരിക്കട്ടെ, ഒരു ഓണ ഗിഫ്റ്റ് ആയിട്ട് ഇരിക്കട്ടെ എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷം. അപ്പൊ ഈ ഒരു ഓണം എന്ന് പറഞ്ഞാൽ ജാനകിയെ സംബന്ധിച്ചോളം ഒരുപാട് സന്തോഷമാണ് അല്ലെ? എനിക്ക് തോന്നുന്നു സീരിയൽ ഒരു സെലിബ്രേറ്റ് ചെയ്യുന്നുള്ള ഒരു ഇമേജ് ഉണ്ട്. അതിനപ്പുറം എനിക്ക് തോന്നുന്നു ഒരുപാട് ഇവന്റുകള് അല്ലെങ്കിൽ ഏഡുകള്, അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഇങ്ങനെ തേടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇനിയും ഒരുപാട് കളർഫുൾ ആവട്ടെ, ഇനിയും ഒരുപാട് അവസരങ്ങൾ ജാനകിയെ തേടി വരട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. എനിക്ക് കുറച്ചു നേരം കൂടി ഇവിടെ ഇരുന്ന് ജാനകിയുടെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ കൊതുക് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഇല്ല, കുഴപ്പമില്ല, ഇവിടെ ഇരുന്നു, പ്രശ്നമില്ല. എന്നെ ശല്യം ചെയ്യില്ല കൊതുക്, കാരണം എന്നെ പരിചയമുണ്ട്. ഇത് പുതിയ ബ്ലഡ് ആയതുകൊണ്ടായിരിക്കാം. അപ്പോ എന്താണ് ഓണത്തിന് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് ജാനകി പറയാൻ? ഓണത്തിന് പറയാനുള്ളത്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും, ഈ ഒരു പുതുവർഷം കൂടിയാണല്ലോ ഓണം, ചിങ്ങം. ആ ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും, എല്ലാ വിഷുകളും, അത് തന്നെയാണ് ആഗ്രഹങ്ങളും, എല്ലാം സാധിക്കട്ടെ. ഈ ഒരു വർഷത്തില് നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവട്ടെ. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ തൃശ്ശൂർക്കാർക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് എല്ലാ ദിവസവും ഓണമാണ്. ഇനി അങ്ങോട്ട് തിരുവോണം കഴിഞ്ഞ് പുലിക്കളിയും കഴിഞ്ഞിട്ടേ നമ്മള് എല്ലാം അടക്കമുള്ളൂ. അതുവരെ അപ്പൊ എല്ലാരും ആഘോഷിക്കാൻ നല്ല രീതിക്ക്. ഓക്കെ ജാനകി, അപ്പോൾ ഇനിയും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകട്ടെ. ഇനിയും പുതിയ റോളിലൊക്കെ ഞങ്ങൾക്ക് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. താങ്ക് യു.